കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു കൂർക്കട നേരാക്കിയിട്ട് ഞാൻ വലിച്ചെറിഞ്ഞിട്ട് അത് മുളച്ചതാട്ടോ. അത് നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്ന് കൂർക്കത്തല നടാൻ പോവുകയാണ്. അപ്പോൾ ഇത് കത്തിയും കൊണ്ട് കുറച്ച് മുറിച്ചെടുത്തു. പിന്നെ ഇതിൽ കിട്ടുന്ന വളം എന്താണെന്നറിയോ? ഇത് കമ്പോസ്റ്റാണ്, ഞാൻ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ്. പണിക്കാരൻ വന്നിട്ടേ തെങ്ങിൻ്റെ 4 പുറം തടം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ കുറച്ച് തടങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ കുഴിച്ചിടാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം ചെറിയ ഇതുകൊണ്ട് നല്ലത് മാന്തി കുഴിയാക്കി എന്നിട്ട് അതിൽ കമ്പോസ്റ്റ് ഇല്ലാതെ നിറച്ചിരിക്കുക കേട്ടോ. നിറച്ചതിന് ശേഷം പിന്നീട് അതൊന്ന് ഇളക്കി കൊടുക്കുക, മണ്ണും കമ്പോസ്റ്റും കൂടി ഇളകാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷമാണ് കൂർക്കത്തല നടുന്നത്. കൂർക്കത്തല കൊടുന്നതില്ല, അത് ഓരോരോ കുഴിയിൽ മണ്ണിളക്കിയിട്ട് അടിയിലേക്ക് വെച്ച് കൊടുക്കുന്നില്ല, മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. കൂർക്കത്തല മുകളിൽ വെച്ച് കൊടുത്താലാണ് അതിന് നല്ല വേര് പിടിച്ചിട്ട് 4 പുറം കൂർക്ക നല്ല ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏറ്റവും പൊങ്ങിൽ വെച്ചിട്ട് പിന്നെ മണ്ണിട്ട് കൊടുക്കും വേണ്ട. മണ്ണിട്ട് കൊടുക്കും തോറും കൂർക്ക നിറയെ പോലെ ഞാൻ നട്ടിരുന്നു. എന്നിട്ട് കൂർക്കൊക്കെ കിട്ടിയിട്ടോ. അതിപ്പോൾ അന്ന് യൂട്യൂബൊന്നും ഇല്ലല്ലോ, അപ്പോൾ അത് കാരണം കാണിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കെല്ലാവരും കാണിച്ചു തരാം അതിൻ്റെ വിളവെടുപ്പ്. എന്തായാലും മൊത്തം കൊടുന്ന കൂർക്കത്തല മൊത്തം കുഴിച്ചിട്ടു. നല്ല വെയിലാണ്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ തണ്ട് കനല്ലാത്ത തണ്ടല്ല അപ്പോൾ ഉണങ്ങി പോകാൻ സാധ്യത ഉണ്ട്. ഇനിയും കൂർക്കത്തല നിൽക്കുന്നുണ്ട്. അതിന് ചാക്കിലോ മണ്ണിലൊക്കെ കുഴിച്ചിടണം. ഇതിപ്പോൾ ഇന്ന് കൊടുത്ത കൂർക്കത്തല മൊത്തം കുഴിച്ചിട്ടു. ഇങ്ങനെ നമ്മൾ കുഴിച്ചിടുമ്പോൾ നമുക്ക് മനസ്സിനും കാണുമ്പോഴേ പണിയെടുക്കണം നല്ലതാണ്. പിന്നെ കാണുമ്പോൾ ഒരു മനസ്സിന് സന്തോഷമാണ് നമ്മൾ നനച്ചുണ്ടാക്കിയത് ഉണ്ടായിട്ട് പൊട്ടിക്കുന്ന സമയത്ത്. ഇനി കുറച്ച് പുളത്തറി വെക്കാണ്ട് കേട്ടോ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കും. അപ്പോൾ എല്ലാവരും കാണുക. പണിയെടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേ നല്ല ദാഹം, നല്ല വെയിലല്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നൊരു പാഷൻ ഫ്രൂട്ട് ഉണ്ട്, അതുകൊണ്ടൊരു ജ്യൂസ് അടിക്കട്ടെ കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ടുമായി ഞാൻ വരും. എല്ലാവരോടും ബായ്.